എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോക പ്രശസ്തമായ ബട്ടർ ചിക്കനാണ്. വിദേശികൾക്ക് പോലും വളരെ പ്രിയങ്കരമായ ഒരു ഇന്ത്യൻ ഡിഷാണ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ്റെ ഹൈലൈറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ നിറമാണ്. ആർട്ടിഫിഷ്യൽ കളറുകൾ ഒന്നും തന്നെ ചേർക്കാതെയുള്ള ഒരു ഡാർക്ക് ഓറഞ്ച് നിറം. പിന്നീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രേവിയാണ്. ബട്ടറും ക്രീമും തക്കാളിയും കുറച്ച് സ്പൈസസും എല്ലാം കൂടി ചേർന്നുള്ള അതിൻ്റെ ഒരു മണവും രുചിയുമാണ്. പിന്നീട് ഹാഫ് ഗ്രില്ലായിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ബട്ടർ ചിക്കൻ്റെ മണവും രുചിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ശരിക്കും കഴിച്ചു നോക്കൂ തന്നെ വേണം. ഇനി ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞ് നന്നായി മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ചേക്കാം. 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ജീരകം ചേർക്കുന്നത് ഒരു തന്തൂരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ആ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. ചിക്കൻ ശരിക്കും ഗ്രില്ല് ചെയ്താണ് എടുക്കേണ്ടത്. ഒരു ഹാഫ് ഗ്രില്ല് ചെയ്താണ് എടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. നമുക്കൊരു പാനിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഹാഫ് ഫ്രൈ ആയി കഴിയുമ്പം നിർത്താം. നമുക്ക് ആവശ്യമുള്ള ഫ്രൈ ഹാഫ് ഫ്രൈ ആവും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഗ്രേവി റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് യോജിപ്പിക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നന്നായി പഴുത്ത തക്കാളിയും ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും കസൂരി മേത്തിയും കശുവണ്ടിയും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിക്കാം.
നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്രേവിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് പാൻ ചൂടായതിനു ശേഷം 50 ഗ്രാം ബട്ടർ ഇട്ട് നമ്മൾ നന്നായി അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി എടുത്ത് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഗ്രേവി നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീമും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒരു 10-15 മിനിറ്റ് ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ വേകണം. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി വിതറി അടച്ചു വെക്കാം. ഇത് ചൂടോട് കഴിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഒരു എരിയും ചെറിയ പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന രുചിയാണ്. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബട്ടർ നാൻ, റൊട്ടി അതിൻ്റെ കൂടെയൊക്കെയാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്.